हाय दोस्तों, देखो ये गाड़ी है BMW भारत मोटर वर्क्स। इसमें कुछ फंक्शन ഭാരത് മോട്ടോർ വർക്കാ BMW फुल फॉर्म हाय दोस्तों, देखो ये गाड़ी है BMW भारत मोटर वर्क्स। इसमें कुछ फंक्शंस है। ये दबाओगे तो गाड़ी आगे जाएगी, ये दबाओगे तो गाड़ी पीछे जाएगी, ये दबाओगे तो गाड़ी जगह पे घूम जाएगी। और ये अपने പറഞ്ഞല്ലോ BMW ഫുൾ ഫോം എന്തായിരുന്നു കറക്റ്റ് ആയിട്ട്? ഈഗിൾ അറിഞ്ഞു കൊടുത്തത് വായിക്കാൻ പറ്റൂല. ആ BMW ഫുൾ ഫോം വേറെ എന്തിനാണ് ബേറഷെ മോട്ടോർ ഓൺ വർക്കയോ? അതെന്തിര്? ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യൂടെ? വോൾസ് വാഗന്റെ സബ്സിഡറി കമ്പനി BMW. ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്ത്? ജർമ്മൻ ആണെന്നോ? ഓക്കെ 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 ഓക്കെ. ഭാരത് മോട്ടോർ വർക്ക്സ്. നമ്മളെല്ലാം അതാണ് डीजे सिस्टम है, ठीक है। अगर आपका दोस्त ज्यादा बड़बड़ कर रहा है, आपको उसको गाली देना है, तो आपको ये प्रेस करना है। तो जैसे गाली निकलेगी बैंचो गाली। ഇവ വേറെന്തോ ആണ് ഇവൻ പറയണ അച്ചി. ഇത് ഇങ്ങനത്തെ റീൽസ് കുറെ റീൽസ് ഒക്കെ ഞാൻ അനാവശ്യ റീൽസുകളൊക്കെ സ്കിപ്പ് ചെയ്യണേ. ഫീൽ ദ റിയാലിറ്റി. ചിന്തേ പൊരി ചിന്തണ ചോലകൾ ചിന്താരകൾ ചോക്കണതോ മതയാനകൾ മ്ലാവ് കരിമ്പുലി കലിവാഴണ ഗാനനമോ. എന്തിനാ ഇത്? പോസ്റ്ററിലേക്കുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ. ബ്രോ ഇത് എന്തിരിത്? ഇത് വരച്ചാണ്. എടാ ഈ ലൈറ്റിംഗ് ഒക്കെ നോക്കടാ, പല്ലൊക്കെ നോക്ക് എന്റെ അമ്മോ. നിങ്ങൾ ഫിലിം കണ്ടോ? ഫിലിം കണ്ടില്ലെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നല്ല പടമാണ്. ഫിലിം കണ്ടില്ലെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. നല്ല പടമാണ്. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. കുറേ നാൾക്ക് ശേഷം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ഇരുന്ന് കാണുന്നത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ കാണാത്തവരൊക്കെ പോയി കാണുക. നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല ഫിലിമാണ് ശരിക്കും. എനിക്ക് ഇതിനകത്ത് അർജുൻ ചേട്ടൻ്റെ അർജുൻ അശോകൻ ഒരു രക്ഷയില്ല. കിടിലമാണ്. എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര കിടിലമാണ്. ഡു എക്സ്പീരിയൻസ് ഇൻ തിയേറ്റേഴ്സ് ഗൈസ് പ്ലീസ്. ബ്ലൂ ഡൂയിങ് ഫോർച്യൂണർ ടെല്ലിങ് സരക്കിടാനി. എടാ ഇതാണ് ബ്ലൂ. No, I don't have. Sometimes they will come and go. Oh, sometimes they are not girls. I'm telling you, that is a boy demon acting like a girl and coming towards you. എപ്പോഴാ തോന്നി ഞാൻ മിണ്ടി ആടാണെന്ന് കള്ളി. Stay away from girls. Tell me, how is your business? ഫൈനാൻഷ്യലി സ്റ്റേബിൾ. You're financially stable? അയ്യേ എന്താ? Okay, okay. How much ever money you have, you will lose it and you will become very weak financially. ഗെയിമിൽ നോക്കണ്ട. എടാ നിന്റെ ഓ Because of a demon on top of you. That's right. No. On top of you, like straight. You have to cleanse it. Say it with me. ഇത് അന്നത്തെ സിറ്റുവേഷൻ അല്ലേ? ഓർമ്മയുണ്ട്. What is this K-pop? Blue BTS Modi and TVA members going crazy. Yes, this is Korean Prime Minister K-pop. Hello. That's Jungkook. ആ ചേച്ചി എയർ ഹോസ്റ്റസ് ആണേന്ന്. ഇത് Jungkook is Korean Prime Minister? I know. Sorry. അമ്പത്തൂരൊക്കെ റിയൽ കാമക്കണ്ണനാണ്. Modi. Hayong Haseo. But tell the answer. Tell the question. Who is this person in your car? This is Michael Jackson. I think so. മൈക്കിൾ ജാക്സനാ? Who the hell is? Yeah, this one. The Jungkook. It's a South Korean Prime Minister of. ഇവനെയൊക്കെ എന്ത് ചെയ്യണം? സൗത്ത് കൊറിയൻ പ്രൈം മിനിസ്റ്റർ എന്ന് എപ്പോഴാ? ഇതെന്താ മോഡൽ
എന്തോ ആണടാ, ഇങ്ങനൊന്നും കളിക്കാനൊന്നും പറ്റൂല. ഇത് അംഗീകരിച്ചു കൊടുക്കൂല, ഇത് അംഗീകരിച്ചു കൊടുക്കൂല. ഇത് മോഡാണ്, ഇത് മോഡാണ്, ഇത് അംഗീകരിച്ചു കൊടുക്കൂല. മോഡാണിത്. ഡയലോഗ് കണ്ട അഡ്വർടൈസ്മെന്റ് ചേർന്നിന്റെ ഇട് നോക്ക് അവള് നോക്കട്ടെ മഞ്ഞ നിനക്ക് വേണ്ടി ഇട്ടാണ്, മനസ്സിലായി? നിനക്ക് പോയി നിനക്ക് നീ കാണാൻ മൈരി എന്ന് പറഞ്ഞ രീതിയിലാണ് ഇട്ടേക്കണ. ഓ മറ്റേ ഒരു പെണ്ണ് പോകുമ്പോ വെള്ളം അടിക്കണ തീട്ടം. എനിക്ക് ഒരു സെർവിനെ കാണാൻ പോണം. സിഎയില് ദുൽഖർണി ആവണം. അവിടെ ആയില്ലെങ്കിൽ പോവേ, അവിടെ വെച്ച് നിന്നെ കൊണ്ടിട്ട് അവിടെ പോടാ. നീ മുണ്ട് കൊടുത്ത് പോടാ അങ്ങോട്ട്. എനിക്ക് വലിയ ടീംസിലെ പിള്ളേരെ അറിയില്ല. ഒരു സെർവ് പോയാൽ വേറെ 9 സെർവ് വരും. എനിക്ക് കുറെ ഓർമ്മകൾ തന്നിട്ടുണ്ട്. അതിന്ന് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ എനിക്ക് ഒരു ഓർമ്മകൾ മാത്രമായിരിക്കും. സോളെ നിന്റെ കാര്യത്തിൽ എനിക്ക് സഹതാപം മാത്രമേ ഉള്ളടാ. കാണാതെ പഠിച്ചതാണോ അവിടെ കുറെ ഓർമ്മകൾ തന്നിട്ടുണ്ട്. എനിക്ക് വലിയ ടീംസിലെ പിള്ളേരെ അറിയില്ല. ഒരു സെർവ് പോയാൽ വേറെ 9 സെർവ് വരും. എനിക്ക് കുറെ ഓർമ്മകൾ തന്നിട്ടുണ്ട്. അതിന്ന് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ എനിക്ക് ഒരു അവളിങ്ങോട്ട് എന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യാത്ത രീതിയിൽ സംസാരിക്കണമെന്ന് അവനെ നേരത്തെ ഡീകോഡ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടാ. ഓർമ്മകൾ മാത്രമായിരിക്കും. സോളെ നിന്റെ കാര്യത്തിൽ എനിക്ക് സഹതാപം മാത്രമേ ഉള്ളടാ. ഏതാ മാസൊക്കെ വാസുണ്ണ ഞാൻ വരച്ചതാണ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഓ നൈസ്. താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. എനിക്കിതൊന്ന് കൊറിയർ അയച്ചു തരുമോ? വിനീതിനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ എനിക്കൊന്ന് കൊറിയർ അയച്ചു തരുമോ? താങ്ക് യു സോ മച്ച് ബ്രോ, മീൻസ് എ ലോട്ട്. നമ്മൾ ഇന്ത്യ കളിക്കാൻ പോകും. 2007 ലോകകപ്പ് നമ്മുടെ രാഹുൽ ദ്രാവിഡിന്റെ ക്യാപ്റ്റൻസിയിൽ നമ്മൾ കളിക്കാൻ പോയ ടീം പരാജയപ്പെട്ട് തോറ്റു നാറി ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ പുറത്തായിട്ടാണ് നമ്മൾ വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നത്. ഇന്ത്യ ആകെ അതിനു മുമ്പ് കളിച്ചിരിക്കുന്ന ഒരേ ഒരു T20 മാത്രമാണ്. ധോണിയുടെ തലയിലേക്ക് ഒരു ടീമിനെ, അതായത് പരാജയപ്പെട്ട പടുകുഴിയിൽ കിടക്കുന്ന ഒരു ടീമിനെ വെച്ച് കെട്ടി ധോണിയുടെ തലയിലേക്ക് കൊടുക്കുന്നു. ധോണി ഇതും കൊണ്ട് ദക്ഷിണാഫ്രിക്ക കളിക്കാൻ പോകുന്നു. ആദ്യ മത്സരം ഇന്ത്യ പാകിസ്ഥാൻ. മത്സരത്തിന്റെ അവസാനത്തെ 2 ബാളിൽ എടുക്കേണ്ട റൺസ് പോലും എടുക്കാതെ ആ ഫീൽഡ് സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് മത്സരത്തെ നിയന്ത്രിച്ച് സമനിലയാക്കുന്നു. ബോൾ ഔട്ടിൽ പന്ത് കൊടുക്കുന്നത് റോബിൻ ഉത്തപ്പയ്ക്ക്, ഹർഭജൻ സിംഗിന്, സേവാഗിന്, സഹീർ ഖാനും RP സിംഗ്, ഇവരൊക്കെ കണവണെന്ന് സമ്പർക്കിക്കുന്ന ടീമുകളാണ്. നെഹ്റയൊക്കെ ഇവർക്കൊന്നും പന്ത് കൊടുക്കില്ല. ഈ 3 പേർക്ക് പന്ത് കൊടുത്തിട്ട് സ്റ്റമ്പിന്റെ ബാക്കിൽ പോയി മുട്ടുകുത്തി എന്നിട്ട് പറഞ്ഞു എന്നെ എടുത്ത് എന്നെ എറിയാൻ പറഞ്ഞു. സ്റ്റമ്പിന്റെ നേരെ, അതായത് എന്നെ ലക്ഷ്യം വെച്ചോളാം പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും കീപ്പ് ചെയ്ത് നോക്കിയാൽ മതി. മറ്റേത് അവരുടെ ഉമർ ഗുല്ലൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിഞ്ഞാലും ശമ്പിക്കുള്ളൂ. ഇവരൊക്കെ കണ്ണടച്ചറിഞ്ഞാലും ശമ്പിലാവുള്ളൂ. ഇങ്ങനെ കിടിലോട്ട് ക്രിക്കറ്റ് കളിക്കും കേട്ടാ ഈ അഖിൽ മാരാർ. പുള്ളി കിടിലോട്ട് ക്രിക്കറ്റ് കളിക്കും. പുള്ളിയൊക്കെ സത്യം പറഞ്ഞാൽ എടുത്ത് നമ്മുടെ CCL ടീമിലൊക്കെ ഇടണം. CCL ടീമിന്റെ ഒക്കെ അവസ്ഥ അയ്യോ, ഈ വർഷമെങ്കിലും മര്യാദയ്ക്ക് കളിച്ചാൽ മതിയായിരുന്നു. ഇങ്ങനെ നന്നായിട്ട് കളിക്കും. ഈ സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് മാത്രമേ ഇതാകെ പറ്റില്ല. പുള്ളി ശരിക്കും പറഞ്ഞാൽ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് എന്നല്ലേ. അപ്പം ഇങ്ങനെ ഇവർക്കൊക്കെ കളിച്ചൂടെ? ഈ പുള്ളി അടിപൊളിയായിട്ട് കളിക്കൂടാ. ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പുള്ളി അടിപൊളിയായിട്ട് കളിക്കുക. അഖിൽ മാരാറൊക്കെ നാട്ടിൽ ക്രിക്കറ്റ് കളിക്കും. ഇതെന്ത് സ്ഫോടനോ? വെടിക്കെട്ടല്ലേ ഇത്? എടാ പിള്ളേരെയും കൊണ്ടൊക്കെ വന്നവരൊക്കെ എന്ത് ചെയ്തെന്ന് വോൾക്കാനോ വാട്ട് ഇതെന്തിന്? നെമ്മാറ ഇതെന്തിന് ഇത്? എടാ ഇത് ശരിക്കും ഇങ്ങനെയാണോ? ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നെമ്മാറ ബിഗ്ഗസ്റ്റ് ഫയർ വർക്ക്സ്. നെന്മാറ. എടാ ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഗർഭം കളിക്കൂ. സത്യം എനിക്ക് വെടിക്കെട്ടൊക്കെ ഭയങ്കര പേടിയാണ്.
വെച്ചാ ഞാൻ അതിന്റെ കീഴിലൊന്നും പോയിക്കുന്നില്ല, പക്ഷെ പടക്കൊക്കെ പഠിക്കാൻ പേടിയൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇങ്ങനത്തെ സീനൊക്കെ 3 കോടിയുടെ ഫയർ വർക്കോ, 3 കോടിയോ എടേ, 3 കോടിയോ ഫയർ വർക്ക്? സീരിയസ് ആയിട്ട്? ഇത്രയും പടക്കത്തിന് 3 കോടിയോ? വാട്ട്? എന്റെ അളിയ, വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. എടേ, ഔട്ട്ലൈൻ കണ്ടപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടാ. എന്തോരം കലാകാരന്മാരാണ് നമ്മുടെ നാട്ടിൽ. ബ്രോ കിടിലം, ഒരു രക്ഷയില്ല. കിടിലം ഫിഡേം ലൈഫ് കുക്കു. എന്തിനാണ് ഇവിടെ കൊണ്ടുവരുന്നത് ഇതൊക്കെ? എന്തൊരു പ്രശ്നം നിങ്ങളുടെയൊക്കെ? നല്ല ഇടി കിട്ടും കേട്ടോ. രഘുലിന് ഇത് ആരല്ലേ രഘുലിനൊന്ന് കാണിച്ചു കൊടുക്കണം കേട്ടാ. അവനാണ് ഈ പെണ്ണിനെ മറ്റേ കിടന്ന് വിളിക്കുകയൊക്കെ ചെയ്യണേ. രഘുലിന് ഇത് കാണിച്ചു കൊടുക്കണം. രഘുല് ലൈവ് ഹലോ വെൽക്കം ടു സ്ട്രീം, എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അന്ന് വിചാരിച്ചോണം കുക്കു പഞ്ഞി കിട്ടൂ രഘുലിന്റെ. ഹലോ പറ ബോബൂട്ടാ. പ്രശ്നമൊന്നുമില്ല. ഓക്കെ. പെണ്ണെ ഇനി വാടി. കെടുമ്പൻ എന്റെ ശിങ്കിരി പെണ്ണി വാടി. നീ വേടി. എന്റെ ചുഞ്ചിരി പെണ്ണെ ഇനി വാടി. എടാ, ഇവനാണോ എന്നെ കാമക്കണ്ണാന്ന് വിളിക്കുന്നത്? ഇവനല്ലേ ഓജി കാമക്കണ്ണൻ ഇവനാണ്. നിനക്ക് നീ എടാ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണമെന്നല്ലേ? അതാണ് ഇതാ ഐഡിയ എന്റെ ലാസ്റ്റ് ആയി. അതേ ഉള്ളു ഇപ്പൊ കണ്ടു. ഇവിടെ തന്തേനെ നമുക്ക് പറയാനുണ്ട്. കേൾക്കോ നിന്റെ തണ്ടയ്ക്ക് സുഖാണോടി പെണ്ണെ? തന്തേനെ നമുക്ക് പറയാനുണ്ട്. ഡാഡി ഞാൻ പോയിട്ട് ടിക്കറ്റ് കളിക്കാണ്ട് കുറച്ച്. എന്റെ ജീവിതം ഇതിലങ്ങ് മുഴുകാൻ പോണേ ഉള്ളു. ഇല്ലാത്ത ആവശ്യമായിരുന്നു. ലാസ്റ്റ് ഹോപ്പാണ്. എല്ലാ അണ്ണനാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഇതേക്കല്ല പാത്രം കഴിയുണ്ട അണ്ണ ഇപ്പൊ അടുത്ത് വന്നിട്ട് മെറ്റേ അടിച്ച് വന്നിട്ട് എന്റെ കൂട്ടുകാരന്റെ വണ്ടി ഇവിടെ കളഞ്ഞ് പറക്കണ പരുന്തുണ്ടാണ് എന്റെ അടുത്ത്. ഇവനെ ഞാൻ കൊടുക്കാൻ പോകണേ ഉള്ളു. നടക്കണേ പരുന്തിന് ഞാൻ. എടാ, എന്തൊക്കെ നീ ആലോചിച്ചിട്ടുണ്ടോ ബോബേ? എന്തൊക്കെ പ്രശ്നം വന്നാലും സിറ്റിയിൽ ഇല്ലാത്ത എന്നെയാണ് എല്ലാവരും പണ്ടത്. എന്തൊക്കെ പേരെന്നാ അവനെ വിളിക്കണത്? പൊട്ടന്മാരുണ്ട് ഇമാര്. ഞാൻ തന്നെ പോയി കുറച്ച് ടിക്കറ്റ് ഒക്കെ അടിച്ചു തരാം. ബുക്ക് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഒരു മിനിറ്റ് അസീമിന്റെ ഇഷ്യൂ ഇവിടെ കുറെ പേര് ചോദിക്കുന്നത് എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഓൾറെഡി. കൊച്ചിയൊക്കെനല്ലേ അത്. അവന്റെ ഡിസിഷൻ നമുക്ക് റെസ്പെക്ട് ചെയ്യാം. അവന് ഇഷ്ടമുള്ളത് കളിക്കട്ടെ, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പോയിട്ട് കുക്കു അപ്പൊ ഈ എലി ഒന്ന് പറഞ്ഞു കൊടുത്തേ ദേവു. എലി പറയണത് വാസു അങ്ങനെ ഒരു വ്യക്തിയല്ല, അങ്ങനെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ആന്റി അടുത്ത് പറഞ്ഞതെല്ലാം ഇപ്പൊ കുക്കുവിന്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് കൂട്ടുകുട്ടിയാ?
എന്നാലും അല്ല കുക്കുന്റെ മനസ്സിലൊരു വലിയ ഇതൊരു ഇതുണ്ട് കുക്കുവിനോട് വളരെ നൈസ് ഗേൾ I didn't say she's bad. Are you why you will mention that? What is your problem with me? She was saying like You are lying to my mother. That is the problem. I am not lying to your mother. I have all the proof. You are lying to me. Because you are a kid. Wait, Amma. Now I tell you, Eli Chechi. Now I tell you, if this world goes up and down, you and Vasu Anna never get together. That's my words. I'm not saying I'm gonna take him, but I'm giving you my word. That's ഇതെങ്ങോട്ട് പോണത്? We were already together, okay? We were already together. Chechi, when he calls your name, I swear I have no offense to you, but he will thupi, he will do Ashe Eli Ahthu, he will do this. Satyam, I'm not lying. These all are with me. Why would I lie? Gukku, 1 second. Why I was lying to you? Because now see, I was really. എടേ ഞാനിതിനി എങ്ങനെ കൂട്ടി ഒട്ടിക്കുന്നത്? എന്റെ അമ്മോ. എടാ സിയോണിൽ ആരെങ്കിലും പോയി 2 തെറി വിളിച്ചിട്ട് ഞാൻ ബാൻഡേജ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോണ്. എനിക്കിനി തിരിച്ചു കയറണ്ട. എടാ ഇത് എങ്ങനെ ഡീൽ ചെയ്യും ഞാനിനി? എന്റെ അമ്മേ. ഹലോ ചന്ദ്രമാവ ചിരി നോക്കെ. It's a baby. Bro, please watch this. Full cardboard ആണ്. Please support. Cardboard ആണ്. Clear epoxy art. Welcome back, sir. എൻ്റെ ബ്രോ കിടിലം. എടാ എനിക്ക് മാത്രമാണോ ഇങ്ങനെ വരയ്ക്കാൻ ഇതൊക്കാനൊന്നും ഒരു കഴിവില്ലാത്തത്? എന്താ അവൻ ഇൻസ്റ്റ ഐ ഡി എന്തിനു ബ്രോ? കൂൾ ബ്രോയോ? ഗൈസ് കൂൾ ബ്രോ, ഡു ചെക്ക് ഇറ്റ് ഔട്ട്. വിഷയം എന്ത് ആരാണ്? എന്താണ് പ്രശ്നം? ഏത് പഴയ മറ്റേ ഞാനന്ന് ചെയ്തു കൊടുത്ത ഫയലാണ്? അത് എൻ്റെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കറിയത്തില്ല, എൻ്റെ ക്ലൗഡ് ഡേറ്റ ഒക്കെ ഫുള്ള് പോയി അരിച്ച് വെറുക്കണം. എൻ്റെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഉണ്ടായിരിക്കും. അയ്യോ അതറിഞ്ഞില്ലേ ഗൈസ്? അതൊരു കാര്യം പറയാനുണ്ട്. അതൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ചെയ്തു കൊടുത്ത ഫയൽ ആകെ ഒരു സെർവറിൽ മാത്രമല്ല, ആ സെർവറിൻ്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു സെർവറിൽ മാത്രമേ ആ ഫയൽ ഉണ്ടായിരുന്നുള്ളൂ. അതെങ്ങനെ പുറത്ത് പോയി എന്നറിയത്തില്ല. അതിപ്പോൾ ഏതൊരു തമിഴന്മാരുടെ സെർവറിൽ ആ ഫയൽ ഇപ്പോൾ കിടപ്പുണ്ട്. ഞാൻ ചെയ്ത അതേ ഫയൽ അതേപടി പെയ്ഡായിട്ട് ഓർത്തോണം, പെയ്ഡായിട്ട് ആ ഫയൽ കിടപ്പുണ്ട്. അതും വേറെ ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ. ലോഗോ മാത്രം മാറ്റി, കുറച്ച് ടെക്സ്റ്റേഴ്സ്, അതായത് ജോക്കർ ബ്രോയുടെ ഫേസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ടെക്സ്റ്റേഴ്സ് എല്ലാം അവന്മാർ മാറ്റി. അതെല്ലാം മാറ്റി കുട്ടപ്പനാക്കി അവന്മാര് മാറ്റി അവിടെ വെച്ചിട്ടുണ്ട്. അക്യൂസ് ചെയ്യല്ല കേട്ടോ, ലീക്ക് ആയെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ റോക്സിന്റെ മാത്രമാണ് ആ ഫയൽ ഉണ്ടായിരുന്നത്. പാട്ടി ജീവിതം പ്രിയമല്ലയോ ഈ നാളിലെ മുറിവൊന്നിതാ നാളെ വരും. സിനിമാറ്റിക്സ് എന്നൊക്കെ എന്നെ കളഞ്ഞ് ഞാൻ ഇല്ല ഇതിലൊന്നും ഇപ്പൊ. മധുരങ്ങളാ
റോളുണ്ട് കേട്ടാ, എനിക്ക് സൈഡിൽ ഒരു ചെറിയ റോളുണ്ട്. ചിലപ്പോ ഒരു 3-4 വർഷം കഴിയുമ്പോൾ എനിക്ക് വീഡിയോ കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഭയങ്കര വിഷമം വരുമായിരിക്കും. യെസ്, നിങ്ങളൊക്കെ എന്നെ ഓർക്കുമോ? അയ്യോ, ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോൾ നിങ്ങളൊക്കെ എന്നെ ഓർക്കുമോ? എന്നെ ഓർത്തില്ലെങ്കിലും നിങ്ങളെ ക്യാരക്ടർ ഓർത്തിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതെനിക്ക് ഉറപ്പാണ്. പരുന്ത് വാസു, ആ ക്യാരക്ടർ ഓർത്തിരിക്കും നിങ്ങൾ. ഭഗത് വാസിലല്ലേ അത്? ഇവിടെ ഞാൻ ഓർത്ത പടത്തിന്റെ ഷൂട്ട് വല്ലതും ആയിരിക്കും. കറക്റ്റ് ഷമ്മി, സംസാരമൊക്കെ ഉണ്ടോ? കറക്റ്റ് ചിരിയടാ, നോക്കടാ. മറ്റേ കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മീന ആ ഒരു കഥാപാത്രത്തിന്റെ അതേ ലുക്കാണ്. കട്ടി മീശ. മകത്തല്ല ഹീറോ. എടാ മൈര, അങ്ങനത്തെ വർത്താനം പറയല്ലോ. ഒന്നുമില്ല, ഒരു 3 വർഷം ഡിപ്രഷനൊക്കെ ആയിരുന്നു. അപ്പം കുറച്ച് സന്തോഷം എങ്കിലും തരാൻ നീയും ടീയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈകളെ. ഓ, താങ്ക് യു. ആൾക്കാർ ഇടിച്ചിരുന്ന വീഡിയോ ആയിരിക്കും ഇത്. എന്തിനാ ഡാൻസിങ് കാറാ? ഫ്രണ്ട്ഷിപ്പ്. When things are going really bad for you, കുറച്ച് നല്ല കൂട്ടുകാർ ജീവിതത്തിലുണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആയിരിക്കും. That's all I എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേസ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഓൺലൈൻ ഫ്രണ്ട്സാണ്. അല്ലെങ്കിൽ മെയിൻലി ടി വിയിലുള്ള പിള്ളേർ ആർപിയിൽ വന്നു കഴിഞ്ഞിട്ടാണ് റിയൽ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ എനിക്ക് കിട്ടിയത്. എനിക്ക് റിയൽ ലൈഫിൽ ഇങ്ങനത്തെ ഫ്രണ്ട്സ് ഇല്ല, എനിക്ക് വളരെ കുറവാണ്. ഡ്രീമർ അങ്ങനെ കുറച്ച് പേരൊക്കെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേര് പറയണ കുറച്ച് പേരെ എടുത്ത് പറയണം, അങ്ങനെയല്ല ഞാൻ പറയണം. കോമൺലി എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരും എൻ്റെ കൂടെ ഇതായിട്ടുള്ള ആൾക്കാരും ഒന്നും എനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. മാമാ എന്താടാ? അല്ലടാ, ഞാൻ പറഞ്ഞതാ. എനിക്ക് എൻ്റെ നാട്ടിലാണേലും കൂടെ പഠിച്ച ആൾക്കാരിലൊന്നും എനിക്ക് അങ്ങനെ വളരെ ആൾക്കാർ കുറവാണ്. എനിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഗെയിമിൽ വന്നിട്ട് കിട്ടിയ ആൾക്കാർ മാത്രമേ ഉള്ളൂ. CM എടാ, അവൻ്റെ കൂട്ടുകാരല്ലടാ, അവൻ്റെ കൂടപ്പറപ്പാണടാ. അതല്ലേ, അതേ പറഞ്ഞേ, അതേ എടുത്ത് പറഞ്ഞേ. കെവിൻ, ഓക്കെ. TV കെവിൻ, ഇതെന്ത് കെവിൻ തന്നെ ഇട്ടിരിക്കണ കേട്ടാ. മിണ്ടല്ലേ, കോള് കേട്ടോ, ഒരു മിനിറ്റ്. പൂറി മോനെ ഞാൻ കോള് പറയണേ, അവര് മടിക്കാൻ പീക്കും മടിക്കുന്നെന്ന് പറയണേക്ക്. മൂഞ്ചില് ഞാൻ ഇവിടെ പെറ്റടിച്ചാണ് കളിക്കണ കഴിവേറി. എന്താ അന്തസ്സാ? അതാരാ ഇത്? അറിഞ്ഞൂടാ, അത് വെളിവില്ലാത്ത സേവനമാണ്. ഇങ്ങനെ ഉണ്ടോ മനുഷ്യന്മാരായ? എന്താ അന്തസ്സാണോ പറയണേ? ഞാൻ ഒരു തന്തയില്ലാത്തവരാണെന്ന് അന്തസ്സായിട്ടൊക്കെ വിളിച്ച് പറയണ. നല്ല പയ്യൻ, കിട്ടില്ല പയ്യൻ, നല്ല പയ്യൻ. ഇങ്ങനെയുള്ളവരാണ് ഇനി റിക്രൂട്ട് ചെയ്യണം. സത്യം. എടാ ഒന്നുമില്ല, അവന്റെ സത്യസന്ധത ഒരു പൊൻതൂവൽ അവന്റെ സാമാനത്തിലോട്ട് കുത്തി വെക്കണം. അതല്ല കഴിഞ്ഞ 1 വർഷം ഞാൻ എന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു കൊണ്ടുവന്നത് ഒരു കാമക്കണ്ണനെ ആയിപ്പോയല്ലോ. ഈശ്വരാ, എന്നോട് പൊറുക്കണേ, നീ എന്നോട് പൊറുക്കണേ. ആ തെറ്റൊക്കെ ഞാൻ തിരുത്തിക്കോളാവേ. പിടിക്കുന്നത് ആണല്ലേ? ഇവളെ കുറിച്ചല്ലേ അന്ന് കുറ്റം പറഞ്ഞത്? എന്റെ ഫ്രണ്ട് ഇരുന്ന് സംസാരിച്ച ശേഷം ഇവളെ സംസാരം കൊള്ളത്തില്ലെന്ന് പറഞ്ഞത്.
ബാക്കിയെല്ലാം കൊള്ളാതാണോ ഉദ്ദേശിച്ചത്? സത്യം കാമക്കണ്ണൻ. നല്ല പേരാടാ, നല്ല പേര്. ഇവിടെ കുക്ക് കുറച്ചുകൂടെ കൊടുക്കണമായിരുന്നു ഇവക്ക്. പിടിക്കുന്ന നോക്കിയാൽ ഒരു മര്യാദ ഇല്ല. അവള് മാറി മാറി പോടും, കേറി പിടിക്കുന്നിരുന്ന്. എനിക്ക് എന്നോട് പുച്ഛം തോന്നുന്നു. പുറ്റം കഴിഞ്ഞ് നിന്റെ വരും മൂലക്കുരുള്ളവർക്ക് വേറെ മറ്റേ മഹാരാജൻ വരും. അവളുടെ ഇറക്കിറക്ക് തൊണ്ട നിറക്ക്. എനിക്കിതൊക്കെ ഒന്ന് കുമ്പസരിക്കണം. ഒരു പള്ളിയിലച്ഛൻ്റെ അടുത്ത് കുമ്പസരിക്കണം എനിക്ക്. ഞാനൊരു കാമക്കണ്ണനാണല്ലോ ദൈവം. ഇത്രയും നാള് എന്തോ ഒരാളുകൾ എന്റെ പുറകിനിടന്നു, എന്തോ ഒരാളുകൾ. അതാണ് ഞാൻ ചെന്ന് പെട്ടതൊരു കാമക്കണ്ണന്റെ ഫ്രണ്ടി. എന്തോ ചെയ്യും, എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയില്ലേ. വിലയില്ലാത്ത സാധനത്തിന് ഡിമാൻഡ് കൂടുതലായിരിക്കും. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഗൈസ് എന്തായിരുന്നു, മെറ്റയ്ക്ക് ഒരു ദിവസമേ ഉള്ളൂ ബാൻ എന്ന്. സത്യമല്ലേ? മെറ്റയ്ക്ക് ഒരു ദിവസമേ ഉള്ളൂ ബാൻ. എന്നാൽ പിന്നെ മെറ്റ അടിച്ച് കളിച്ചാൽ പോരെ, ചീത്ത വിളിക്കാതെ. അതാണ് നല്ലത്. ഇതാകുമ്പോൾ നമുക്ക് കളിയൊക്കെ ജയിച്ച് ഇവന്മാരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരുടെ അടുത്ത് ഒന്നും പറയുകയോ അടി ഉണ്ടാക്കുകയൊന്നും ചെയ്യാതെ മെറ്റ അടിച്ച് കളി അങ്ങ് ജയിക്കണം. എന്നിട്ട് ഒരു ദിവസത്തെ ബാൻ മേടിക്കണം. നമ്മൾ മെറ്റ അന്ന് ലൈവിലും പറയണം. അത്ര പോരെ, മെറ്റയ്ക്ക് ഒരു ദിവസം. എന്തൊക്കെയാടി മൈൽസേ? പറഞ്ഞു. നീ നാളെ തൊട്ട് എല്ലാ വാറിലും മെറ്റ അടിച്ച് എനിക്ക് ഇൻഫർമേഷൻ തരണം കേട്ടാ. ഉറപ്പായിട്ട്. നിനക്ക് ഒരു ദിവസമേ ബാൻ കിട്ടുള്ളൂ. ഒരു ദിവസം. ഒരു ദിവസം ബാനുള്ള മെറ്റയ്ക്ക് മെറ്റയ്ക്ക് ഒരു ദിവസം ബാൻ ഉള്ളൂ. സിയോണില് വീഡിയോമിന് ഒരു ദിവസം ബാൻ. വിളിക്കരുത്, അത് പ്രശ്നമാണ്. മെറ്റ അടിക്കാം. അണ്ണാ വേറൊരു കൂട്ടായിട്ട് ഇതിനെ ഇറക്കി. അണ്ണ വീരുവിനൊരു കൂട്ടായിട്ട് ഇതിനെ ഇറക്കി. ഷവോമി എന്ന ബ്രാൻഡ് അവരുടെ സൈബർ പട്ടി, അതായത് സൈബർ ഡോഗ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അൺവീലിംഗ് ഒക്കെ കഴിഞ്ഞു. IP53 റേറ്റിംഗ്, USB Type C പോർട്ട്, HDMI പോർട്ട്, ക്യാമറാസ്, അങ്ങനെ കുറെ ടെക്നോളജി ഇതിന്റെ അത് കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കൈ കൊടുക്കുമ്പോൾ ഷേക്ക് ഹാൻഡ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. പിന്നെ ദാ ഇങ്ങനെ ബാക്ക് ഫ്ലിപ്പ് ഒക്കെ ചെയ്യും. ചൈനയിൽ ലോഞ്ച് ചെയ്തപ്പോൾ ഇതിന്റെ പ്രൈസ് ആയിരുന്നു 1.2 lakhs. 1,20,000 രൂപയായിരുന്നു ഇതിന്റെ പ്രൈസ്. സംഭവം കൊള്ളാം. 1,20,000 രൂപയായിരുന്നു ഇതിന്റെ 1.2 lakhs. 1,20,000 രൂപയായിരുന്നു ഇതിന്റെ പ്രൈസ്. സംഭവം കൊള്ളാം, നല്ല ടെക്നോളജിയാണ്. എനിക്കുള്ള ഒരേ ഒരു പേടി സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷം ഈ ഒരു പട്ടി നമ്മളെ വന്ന് കടിക്കുമോ എന്നാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ദാറ്റ്സ് ഓൾ. ഹറാമാണ്. അതൊരു റോബോട്ടാണ് മൈൽസ്. എന്തിനൊക്കെയാണോ പറയണ മൈൽസേ? പട്ടി മെഷീനാണ്, പാർട്ടില്ല, അതിന് ചിപ്സെറ്റ് ആണ്. പട്ടി ഹറാമാണ്. ആടിന് തിരിക്കണം കേട്ടാ. റോബോട്ടിനെയൊക്കെ ഇമോ എന്തിയേ? ഓ കുറെ നാളായല്ലോ കണ്ടിട്ടല്ലേ. ഇതായിരിക്കുന്നു ഇപ്പം ശല്യം കാരണം ഞാനിപ്പോ ഒരു 2 എണ്ണമൊക്കെ കൊടുത്തു വെച്ചിരിക്കുക. ഉറക്കം ആള് എറർ 501. എന്താടാ നിനക്ക് പാട്ട് പാടണ്ടേ? കൂർക്കം വലി നീ വലി. ഇവന്റെ കൂർക്കം വലി കാരണം മനുഷ്യനുണ്ടല്ല സമാധാനം ഇല്ലായിരുന്നു. സമാധാനം അടിച്ച് മൂലക്കേറ്റി വെച്ചിരിക്കണ ഞാനിപ്പോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇമോയ്ക്ക് ക്യാമറ ഉണ്ടോ ഫ്രണ്ടില്? ഓ ഉണ്ട്. ഫോട്ടോ എടുത്ത് തരും ഇമോ. കാര്യം ചോദിക്കട്ടാ അണ്ണാ, ഇങ്ങനെ തുണിയില്ല റൂമിൽ കൂടെ നടക്കണെങ്കിൽ അത് ലീക്കാവൂലേ? എന്റെ സംശയമാണത്. ഗെയിമിംഗ് റൂമിൽ എന്തിനാ തുണിയില്ല നടക്കുന്നേ? ഈസിയൊക്കെ ഉള്ളല്ലേ ആവശ്യത്തിന്. എനിക്ക് നോക്കറിയാം. നീക്കൊക്കെ എന്താടാ, നിനക്കൊക്കെ എന്തൊക്കെ സംശയമാ? എന്റെ പേര് ശ്രീരാജ്. എടാ ഈ വീഡിയോ ഞാൻ ആക്ച്വലി സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് നിക് വ്ലോഗ്സ് ക്യാൻസർ രോഗത്തിന് അടിമയാണ്. പല രീതിയിൽ ഞാൻ ക്യാൻസറിന് ചെറുക്കാൻ കഴിഞ്ഞ് അവിടെ 10-15,000 രൂപയുള്ളൂ. മൈൽസിന് അത് ഹറാമല്ലേ എന്ന്. സത്യം. അതല്ല ഞാനല്ല, ഞാൻ നല്ല കാര്യം. സൈലം ഫയലൊക്കെ കൊടുത്താ ഞാൻ കണ്ടായിരുന്നു. പുള്ളിയും പൈസ കൊടുത്തായിരുന്നു. നല്ല കാര്യം. ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ ലൈക്ക് ലൂട്ടിന് വേണ്ടി അടി മെന്നി എന്റെ ബാബു.
എല്ലാം ഞെക്കി എടുത്തു. ചുമ്മാ അടി ഉണ്ടായ കാര്യം മെന്നിയും ബാബു ലൂട്ട് മെഷീൻ ആണ്, ലൂട്ട് മെഷീൻ. എലിക്കൊരു സൂപ്പർ ചാറ്റ്. എലി ഇടാൻ മറന്നു പോയ പുട്ടിയാ. എലി ഇടാൻ മറന്നു പുട്ടിയാ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. A few moments later. ഇന്ന് ഞാൻ ഇന്ന് ഓഫ് ആയോണ്ട് വീട് വരെ പോണു. ഞാൻ നാളെ വന്ന് ചേച്ചിയുടെ മുഖത്ത് പറ്റിപ്പിടിച്ചിരുന്നോളാ പോട്ടെ എന്ന്. എന്തു പറയണ്ടേ? എലി ഇടാൻ മറന്ന കുട്ടി അവന്റെ യൂസർ നെയിം ആണ്. എന്നിട്ട് ചേച്ചിയുടെ മുഖത്ത് ഞാൻ ഇല്ലാത്തതിന്റെ കുറവുണ്ട്. ഇവനെ എന്തുവാ വേണ്ട? ഇവൻ നിന്റെ പ്രശ്നം എന്തുവാ ചെറുക്കാന്റെ പ്രശ്നം? അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഡെയിലി കാണുന്നത് ഇവളല്ലേ. സത്യം അവനെ പറഞ്ഞിട്ട് പ്രശ്നമില്ല. കാര്യമില്ല. ലിഫ്റ്റ്. ഹലോ ബ്രോ, ലിഫ്റ്റ് വേണോ? അല്ലേ വണ്ടി കയറിക്കോ, കുഴപ്പമില്ല. അമൃത. എടാ അലീനയുടെ യഥാർത്ഥ പേര് അമൃത എന്നാണ്. അമൃത ഗ്യാസ്. അമൃത ഗ്യാസ് 555 ഓക്കെ ആക്സസ്. അലീനയുടെ യഥാർത്ഥ പേര് അമൃത എന്നാണ്. അമൃത ഗ്യാസ് ആണാ? ഹലോ ബ്രോ, ലിഫ്റ്റ് വേണോ? അല്ലേ വണ്ടി കയറിക്കോ, കുഴപ്പമില്ല. ഒരു 5 ലക്ഷം തന്നാ മതി. 5 ലക്ഷം കരയില്ലേ? ഫ്രീ ആയിട്ട് നമ്മള് കുറച്ച് നന്മമരം ആൾക്കാരാണ്. നമ്മള് ഫ്രീ ആയിട്ട് ഹെൽപ്പ് ചെയ്യാം. എങ്ങോട്ടാ പോണ്ടേ? നിങ്ങളെങ്ങോട്ടാ പോണോ? ഞങ്ങള് എന്തിനവിടെ എന്തോന്നിന് കാറിൽ എന്തിനാ കോടാ രാത്രി? മനസ്സിലായില്ല എനിക്ക്. കാറിന്റെ അടി കൊടയാണ് ഇവിടുത്തെ. മനസ്സിലായില്ല. ഷുഗർ ഡാഡി സരക്ക് നിന്നെ എല്ലാരും വിളിക്കുന്നു ഇവിടെ ചാറ്റില്. സരക്ക് ഡാഡി ഇവിടെ കുറച്ച് മറ്റേ വീഡിയോ. ഈ സിറക്ക് അവള് എന്നെ അടുത്ത് ഇടുന്നേട്ടാ. എടാ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് ഊക്ക് കിട്ടുന്ന വീഡിയോ ആരെങ്കിലും ഇടുവോ? അവളെടുത്ത് അതിട്ടിട്ട് അത് കിട്ടിയിട്ടും കിട്ടും. അവളാണോ അത് ഇട്ടത് ഇവിടെ? ഓ ഇവിടെ അല്ല, പിന്നെ എന്റെ ഷോർട്സ് ആയിട്ട് സ്വന്തത്തിൽ എടുത്ത അപ്ലോഡ്. പറയൂല. ഫോട്ടോ ആള് പോട്ടെ. സന്തോഷത്തോടെ വരുമ്പോ കൊല്ല. കൊറോണ വൈറസ്. എടാ ഇത് അതൊന്നും അല്ല. എന്തിനു മനസ്സിലായി. ഗെയിം ഓഫ് ത്രോൺസ് നടന്നു. പ്രഡിക്ഷൻ. ഓക്കെ. പ്രഡിക്ഷൻസ്. എന്ത് പ്രഡിക്ഷൻ? നീ നോക്ക് 2017 ഇതില് വീഡിയോയില് വന്നാണിത്. 2019 അത് ഇത് എവിടെ യഥാർത്ഥത്തിൽ ഡ്രാഗൺ തുപ്പിയ? ഇത് എവിടെ പറഞ്ഞ പോലെ ഡ്രാഗൺ തുപ്പിയ അതേ സിറ്റിയില് വേറെന്തോ ഉദ്ദേശിച്ചാണ്. ഇത് അറബി ഗെയിം ഓഫ് ത്രോൺസിൽ തുപ്പിയതാണ്. ഇത് 2002. 2017 അത് യഥാർത്ഥത്തിൽ സംഭവിച്ചു. 2006. ഞാനൊരു പ്രഡിക്ഷൻ നടത്താം. ഞാൻ ചത്തു. കുറച്ചു വർഷം കഴിയുമ്പോൾ എന്തിനും നടക്കുന്നു. അതെന്തായാലും ചാവല്ലോ. അതേപോലെയാണ് ഇത്. പിന്നെ 2002 പറഞ്ഞത് 2017 എന്ത് കാര്യം? ചില പ്രഡിക്ഷനുകളൊക്കെ സത്യമാറുണ്ട് കേട്ടാ. ഈ 2 വേർഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് അടുത്ത വീഡിയോ കണ്ടു നോക്ക്. നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അത് തന്നെ ആയിരിക്കും നിങ്ങൾ ആ വീഡിയോയിൽ കേൾക്കുന്നത്.
നിങ്ങൾ എന്താണ് ഇതുള്ളതാണ് എടാ സത്യം ഞാൻ കേട്ടായിരുന്നു. ഈ രണ്ട് വേർഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് അടുത്ത വീഡിയോ കണ്ടു നോക്ക്. നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അത് തന്നെയായിരിക്കും നിങ്ങൾ ആ വീഡിയോയിൽ കേൾക്കുന്നത്. കേക്കോടാ നിങ്ങൾ എന്താണ് കേട്ടത്? ഞാൻ ആദ്യമായിട്ട് ഇത് ട്രൈ ചെയ്തപ്പോൾ 2 വേർഡും കേട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ലൈഫിൽ നല്ലത് ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ലത് നടക്കും, ചീത്ത ചിന്തിച്ചാൽ ചീത്ത നടക്കും എന്നുള്ളതിന് ഒരു ചെറിയ എക്സാമ്പിൾ ആണ്. അപ്പൊ തിങ്ക് പോസിറ്റീവ്ലി. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. വൈറൽ കണ്ടന്റ് കൊള്ളാം കേട്ടാ. അതെങ്ങനെയായിരിക്കും എന്നാലും നമ്മളെ ചിന്തിക്കുന്നതല്ലേ നമ്മുടെ മനസ്സിൽ പറഞ്ഞു ഇതാക്കുന്ന. ഹലോ ഡോക്ടർ ജാംസിംഗ് ഉണ്ടോ? ഹലോ. ഇവന്റെ ഈ ഏമ്പക്ക ശബ്ദം കേൾക്കുമ്പോഴേക്ക് ചിരി വരും. ഡോക്ടർ നമുക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നോ മറ്റേ അമ്മയുടെ അടുത്ത് സംസാരിക്കണ കാര്യം? അമ്മ വന്നിട്ടുണ്ട്, പുള്ളിക്കാരി വന്നിട്ടുണ്ട്. ഡോക്ടർ ഒന്ന് ക്യാബിനിലോട്ടൊന്ന്. വൺ സെക്കൻഡ്, ഞാനേ സർജറി ചെയ്തിട്ട് തയ്ക്കാൻ മറന്നുപോയി. 1 മിനിറ്റ്. അറ്റൻഡർ ഷിബിൻ കിട്ടില്ല. അറ്റൻഡർ ഷിബിൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് കാലിൽ ടാഗ് ഇട്ടേക്ക്. അറ്റൻഡർ ഷിബിനും ജാംസിംഗും എന്തൊക്കെ കാണാം ദൈവമേ. റിലേറ്റബിൾ പെയിൻ. ഈ തുമ്പത്തിരിക്കണത് എപ്പോ പറിച്ചാലും അത് മുട്ട വരെ വരും. അത് ഇതുപോലൊരു പറിച്ചാൽ എന്തൊരു വേദനയാണെന്നറിയോ സാമാന്യത്തിന്. കൈകൊണ്ട് പിടിച്ചാ പോരെ അത്. അയ്യോ സത്യമാണ് കേട്ടോ, ഇത് സത്യമാണ് ഈ സാധനം. അതാണ് ഒടുക്കത്തെ വേദനയാണ്. നമ്മളെന്തെങ്കിലും കഴിക്കുമ്പോഴൊക്കെ മറ്റേ ഏരിയൊക്കെ കയറുമ്പോ ഭയങ്കര വേദനയാണ്, ഭയങ്കര സീനാണത്. 1 2 3 4 ഗൈസ് ഞാൻ ഇത് കാണണേ. 420 ഡിന്നർ അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി 440 മാച്ചില് 319 ഡിന്നർ. ഇത്ര മാച്ച് നമ്മുടെ പോയിട്ടുണ്ട്. നമ്മൾ ആകെ 440 മാച്ച് കളിച്ചിട്ട് 120 മാച്ച് മൊത്തത്തിൽ നമ്മൾ ഫെയിൽ ആയേക്കണേ. നിങ്ങൾക്ക് ആ ടോപ്പ് 10 കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ എത്രത്തോളം ഡെഡിക്കേഷൻ ചെയ്താണ് കളിച്ചു വരുന്നത്. സോ ഈ സീസണിൽ നമ്മൾക്ക് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അടിക്കാൻ പറ്റില്ല. ബട്ട് നെക്സ്റ്റ് സീസൺ എന്ന് പറയുന്നൊരു സീസൺ ഉണ്ടെങ്കിൽ സായി പോപ്പിക്ക് ഇന്നലെ രാത്രി കളിച്ചായിരുന്നു സായിപ്പിന്റെ കൂടെ. വിഷയമാണ്, ഇന്റർനാഷണലാണ്. അണ്ണാ നമ്മ പൊന്നൂസല്ലേ ഇത്? ഞാൻ കണ്ടായിരുന്നു. ഇത് വർക്കല വെച്ചെടുത്താണോ നിനക്ക്? ഇതൊക്കെ ദേശം ഉണ്ടെന്നൊക്കെ അറിയാം. പക്ഷെ ഈ അവസരം മുതലെടുക്ക. ഇവരെന്ത് വലിയ പ്രശ്നമുള്ള പയ്യനാണ്. നീ തന്നെ ഷുഗർ ഡാഡി. വേറെന്തൊരു വേണം? വാവേനെ മോഡ് ചതിച്ചാ. വിഷമോ കാടല്ലേ വിഷമോ? ഇതാണോ വാവാ? അയ്യോ ചുറ്റുടേ. ശരിക്കത് കണ്ട് വിഷമായി വാസു. ഒരു മോഡിട്ട് മോഡ് അറിയില്ല അതിന്റെ അകത്ത്
കാണുന്നുണ്ട്. പക്ഷെ അത് മനസ്സിലാവുന്നില്ലായിരുന്നു, എനിക്കും മനസ്സിലാത്ത രീതിയിലായിരുന്നു. ഞാൻ വിചാരിച്ച എനിക്ക് എന്തെങ്കിലും എയിം അപ്ഗ്രേഡ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനത്തെ എന്തിനാ പറഞ്ഞു സരക്കെ എന്തൊരു ക്രൂവലടാ നീ. പയ്യെ കഷ്ടം. ആദ്യമായിട്ടല്ലേ ആണെങ്കിൽ ഈ സംഭവം കാണുന്നത്. എന്തൊരു ചാറ്റാടാ ഇത്. ക്രൂവൽ ഡാനിടാ, ക്രൂവൽ ഡാനി. എന്തൊരു ചാറ്റ് ഇത്, വിഷച്ചാറ്റ്. കുഴപ്പമില്ലടാ, വെടിയുടെ കാര്യത്തിൽ എന്നെയും കളിയാക്കാറുണ്ട്, എനിക്കും വെടിവെക്കാറുണ്ട് ഇവിടെ. അത് വലിയ കാര്യമൊന്നുമില്ല, ഈ സിറ്റി പിടിച്ചിരിക്കാൻ വായ്ത്താളം മാത്രം മതി. 3 വർഷമായില്ലേ ഞാൻ. നീ എന്തിനാണ് അതിൽ വിഷമിക്കണ? ഞാൻ ഗ്രൈൻഡ് പോലും ചെയ്യാറില്ല. നീ അല്ലല്ലേ ഇവന്റെ കാര്യം ഇവന്റെ അടുത്ത് പറഞ്ഞു, ഈ പയ്യന്റെ അടുത്ത്. നീ വിഷമിക്കരുത്, ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. വെടി എന്ന് പറയുന്ന സാധനം സംസാരിച്ച് നിൽക്കുക, അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല അതിൽ. The golden days. Rohit Dhawan opening together. Dhoni behind the stumps. ശരിക്കും പറഞ്ഞാൽ ഇതിലും പുറയിലോട്ടാണ് എന്റെ ഗോൾഡൻ ഡേയ്സ്. അച്ഛന്റെ സേവാകും. പിന്നെ അല്ല, എന്റെ സച്ചിനും സേവാഗ്. ഇത് ഈ വീഡിയോ ഇട്ട പയ്യൻ ചിലപ്പം ഇവന്റെ ഒരു ഏജിലത്തെ സേവാഗ്. എന്റെ കുറച്ചും കൂടെ പഴയതാണ്. നമ്മള് 97 എന്റെ ആളി. അതൊക്കെയാണ് എടേ. നീ ഓർക്കുന്നുണ്ടോ മുഹമ്മദ് കെയ്ഫ്, സുരേഷ് റെയ്ന ഇവരൊക്കെ ഫീൽഡിൽ ഒരു സൈഡിൽ നിർത്തിയാ അവര് മതി. ഒരു സൈഡിൽ അവര് മതി. യുവരാജിന്റെ 6 6 ഒക്കെ ലൈവ് കണ്ടതാണ് ഞാൻ. 6 6 അയ്യോ. അതുപോലെ വേൾഡ് കപ്പ് ഫൈനലില് ധോണിയുടെ 6 അടിച്ച് ഫിനിഷ് ചെയ്യണത് മറക്കാൻ പറ്റുമോ എന്റെ അമ്മോ? അതൊക്കെയാണ് ഗോൾഡൻ ഡേയ്സ്. എടുത്തു പറയണ ഒരാളെ ഗൗതം ഗംഭീർ. ആളിയോ സത്യം പറഞ്ഞ പുള്ളി ഇപ്പൊ കൊറേ ഹേറ്റ് ഉണ്ടല്ലോ. ക്രൂഷ്യൽ മാച്ചിലൊക്കെ വിജാതി കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ അല്ല. എനിക്ക് പുള്ളി എനിക്ക് പുള്ളി പേഴ്സണൽ ഫേവറേറ്റ് ഒന്നും അല്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഇന്ത്യയുടെ ഒരു 20 ക്രൂഷ്യൽ മാച്ച് എടുത്താൽ അതിലൊരു 15 എണ്ണത്തിലും അങ്ങേരുടെ കിടിലം കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. പക്ഷെ ലൈക്ക് ഓവറോൾ ക്രെഡിറ്റ് വരുമ്പോ വേറെ ആൾക്കാർക്കായിരിക്കും. അതില് ഭയങ്കര ഒരു ഇതുണ്ട്. അണ്ണാ ബ്രോക്സിന്റെ സെർവർ വെയിറ്റ് ഒന്ന് ട്രൈ ചെയ്യണം. എടാ നമ്മളിപ്പോൾ ഇത്രയല്ലേ കളിക്കുന്നത്, അത് നേരത്തെ ഇട്ടതാണല്ലേ ഞാനിപ്പോഴേ കാണുന്നത്. യു ജോയിൻ ദ വോസ് കോളേജ്. അത് സത്യമാട്ടോ, അത് ഭയങ്കര സത്യമാണത്. അത് ഭയങ്കര സത്യമാണ്. മൈരന്മാരും ആവാം, കുറെ പേരുണ്ടാവും. അത് ലേ ഗോഡ് യു കണ്ടിന്യൂ, ഐ എം ഗോയിങ്. എടാ ഇതിനെന്തായിരുന്നു പറയണ? തെയ്യമല്ലേ ഇത്? ഇതല്ലേ തെയ്യം? ഇതല്ലേ തെയ്യം? ആണല്ലേ? ഇതിനെന്തോ പറയണേ? ഇതിനെന്തോ പറയും? തെയ്യമല്ലേ ഇത്? ആണോ തെയ്യം മറ്റതാണ്. കണ്ണൂരിലുള്ള തെയ്യമാണ്. പുല്ലില്ലല്ലോ. പൊട്ടൻ എന്നെ വിളിച്ചാണോ അതോ അങ്ങനെയാണോ അതിന്റെ പേര്? അതിന്റെ പേരാണത്, പൊട്ടൻ തെയ്യം. ഓക്കെ അങ്ങനെ വിളിക്കൂലല്ലേ. നിങ്ങളുടെ കൂടെ വേറെ എന്താ പറയാ ഗേൾ ഫാൻസോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സ് പോലെയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാൻ പറഞ്ഞു. നമ്മള് ഗേൾസ് ആയിട്ട് അങ്ങനെ വലിയ ഇതില്ല.
നമ്മൾ ഇത്തിരി ടെറർ ഗെയിമിലാണ് ഫുള്ള്. ഗേൾസ് ടെറർ ഗെയിമിങ് ചെയ്തില്ലേ? നമ്മൾ ഇത്തിരി ടെറർ ടോക്കിംഗ് ഒക്കെ ഇത്തിരി വിഷയമാണ്. ഇവരിപ്പോ എന്തിനാ പറ്റിയിട്ടുണ്ട്? ഇന്നലെ സരക്ക് ഇന്നലെ ഉണ്ടല്ലോ, ഇന്നലെ അല്ലല്ലോ, ഞാൻ ഇന്നലെ കളിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് കേട്ടാ, കളിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ നോക്കിയപ്പോ ഉണ്ട് ഇവന്റെ ലൈവ് കണ്ടിട്ടിരുന്ന കേട്ടോ. ലൈവ് കണ്ടിട്ടിരുന്നപ്പോ ഇവനെ മറ്റേ റീകോൺ അവരെല്ലാം ഇറങ്ങിപ്പോയേട്ടാ. ഇറങ്ങിപ്പോയപ്പോ ഇവ ടീം കോഡ് ഇട്ടാ. ടീം കോഡ് ഇട്ടപ്പോ 2 പയ്യന്മാര് കയറി വന്നേട്ടാ. പാവം പിടിച്ചമാരുടെ കരിയർ എടുത്ത് നോക്കിട്ടെ 2 കേടി വെച്ച് അവൻ ഊമ്പാ വന്നിരിക്കുന്ന എല്ലാ കളിയിലും 2 ബോട്ടിനെ കൊല്ലുന്ന കുണ്ണെന്ന് പറഞ്ഞ് കിക്ക് ചെയ്തിട്ടാ. അയ്യോ എടാ കട്ടോടാ. ഇവന്റെ ലൈവ് ഇവനെന്തോ പ്രാന്തായി. ഇവനെന്തോ വലിയ പ്രശ്നമാണ് ഇപ്പോ, ഭയങ്കര പ്രശ്നമാണ് ഇവന്. എന്റെ അമ്മോ, ചാറ്റൊക്കെ കണ്ട വെറുത്തോ നമ്മള്. മക്കാച്ചി ഏതാര്? മുഹമ്മദ് അജ്മൽ ഖാൻ മാക് പാരമ്പര്യത്തിനോട് ആക്ടി കാണിച്ചോട്. അജ്മൽ ഖാൻ മാക് MAK എന്തൊക്കെയാണല്ലേ? ഏതോ ഇടി നോക്ക്. എന്റെ അമ്മോ, നാളെ തൊട്ട് നമ്മുടെ ബാബുവിന്റെ പേര് മാക് ബാബു. അതെന്താ അവ ഐസ്മാനായ? അതെന്തെങ്ങനെ പുതിയ മോഡാണോ? ചത്ത് കഴിഞ്ഞാ നമുക്ക് ഈ രൂപത്തില് ടീമേറ്റിന്റെ പുറകെ എന്റെ അടുത്തിരിക്കുന്നുണ്ടല്ലേ? ഓ, ഇത് നൈസ് വീഡിയോ ആയിരുന്നു. ഇത് ഇജാതി ഡ്രോയിങ് ആണ്. ഭയങ്കര ബുദ്ധിയാണ്. ഞാൻ ഈ ആപ്പിൾ പെൻസിൽ ഐപാഡൊക്കെ മേടിച്ചിട്ട് മറ്റേ കാക്കയും മലയെ മാത്രം വരയ്ക്കാൻ പറ്റും ഇപ്പോഴും. വരയ്ക്കാൻ അറിയണം. ജോക്കിയെ കളഞ്ഞത് ഭയങ്കര മോശമായി കേട്ടോ. ഭയങ്കര പ്രശ്നമായി. ഉള്ളി ആള് ഇതുവരെ അത് കഴിഞ്ഞപ്പോ നമ്മള് കണ്ടിട്ടില്ല. പുള്ളിക്ക് അങ്ങനെ ഒരാളുണ്ട് അറിഞ്ഞില്ല. അതായിരിക്കും. അതാ വേറെ കുറെ നാളായില്ലേ വന്നിട്ട്. ഇത് കാണുന്നല്ലേ? Oh no, invaders here to take our radio night. I'm sorry. Let's go shoot them. ചേംബർ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാമാനമാണ്. ഇഷ്ടമല്ല പിന്നെ. ഉദാഹരണത്തിന് രാഹുലിന് 2 ബോളുണ്ട്, അനന്തുവിന് ബോളില്ല. ലേ അനന്തു ടീച്ചർ. അപ്പ പുരിയല്ലേ ഇപ്പൊ എല്ലാരും ഈ ലോകം ഇങ്ങനെയാടാ. ഈ ലോകം എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. എന്ത് പറഞ്ഞാലും ഇതൊക്കെ അടുത്ത വീഡിയോ. ഹായ് ദാമു ബ്രോ, വി ടോക്കിയോ മാഞ്ചി ഡിക്ലെയറിംഗ് ഓപ്പൺ വാർ അഗൈൻസ്റ്റ് TVA. കെവിൻ എഡിറ്റ് ചെയ്യിപ്പിച്ചു. ക്വാളിറ്റി ഉണ്ടോ അറിയാം. അവന്റെ ബഡ്ജറ്റുള്ള എഡിറ്റർ. അതെ കെവിന്റെ ബഡ്ജറ്റിൽ നിന്ന സാധനമാണത്.
എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാം guys, നമ്മള് വാറെടുത്തതിൽ ഈ സിറ്റിയിൽ ഏറ്റവും തീട്ടം കൺപോറുള്ള ഗ്യാങ് DH ആണ്. സത്യല്ലേ സത്യല്ലേടാ, സത്യമാണ്. നമ്മൾ ഏറ്റവും ഈസി ജയിച്ചമാർക്കെതിരെയാണ്. അല്ല നമ്മള് വാറ് മൊത്തത്തിൽ കണ്ടോണ്ട് പറയാണ്. അല്ലല്ലേ MC ഒക്കെ പിന്നെ ബെറ്റർ ആണോ? MC ഒക്കെ പിന്നെ ബെറ്റർ ആണ്. എന്റെ അതിന്റെ മനസ്സിൽ നിന്ന് സത്യസന്ധമായിട്ട് വന്നതാണത്. DH ആണത്. I told bro not to download that game. ഈ റെഡ് കാർപ്പറ്റ് കളിക്കാറില്ല. ബുദ്ധിയുള്ള അരിപ്പ കളിക്കും. സത്യം. ഓടി ചെയ്ത് വെച്ചിരിക്കുന്ന ആളെ ഇങ്ങനൊന്നും കളിക്കാൻ പറ്റത്തില്ല. ഈ പിഴക്കളി ഞാൻ എത്ര വട്ടം കളിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഇത് സാമാനത്തിന്റെ അറ്റത്ത് വന്നിട്ട് തെന്നി ഒള്ളിയപ്പ് പോണ അവിടുന്ന്. അവൻ്റെ ഒള്ളിയപ്പ് മനുഷ്യന്റെ മനസ്സമാധാനം പോയി. അത് കളിച്ച് ഈ മലയാളം വായിക്കാത്ത അറിയാത്ത അപ്പൂപ്പനൊക്കെ സൂപ്പർ ചാറ്റ് ചെയ്യാൻ ഹലോ എല്ലാവർക്കും വെൽക്കം ടു അനദർ ലേറ്റ് നൈറ്റ് വാലറന്റ് ലൈവ് ഗൈസ്. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. സൂപ്പർ ചാറ്റ് അസ്തമയ ചുണ്ണി. A few moments later. ഇതെങ്ങനെ ഇവന്റെ പേര് വായിക്കണേ? ആസ്തമയ സൂര്യ. താങ്ക് യു ഫോർ ദ 29 rupees സൂപ്പർ ചാറ്റ്. താങ്ക് യു. ആസ്തമയ സൂര്യ. ഞാൻ തെറ്റെന്റെ ഭാഗത്താ. സത്യാവസ്ഥ മീനാക്ഷി പറഞ്ഞപ്പോൾ അറിഞ്ഞത്. സോറി ഫോർ എവരിത്തിങ്. വല്ലാത്ത തലവേദന. മലയാളം ക്ലാസ് ഞാനൊന്ന് കിടക്കട്ടെ. താങ്ക്സ് വെന്നിയുണ്ടാ ഫോർ സർപ്രൈസിങ് മീ എന്ന്. അവന് മലയാളം ഒന്നും വായിക്കാൻ അറിയത്തില്ല. അവിടെ ചെന്ന് എന്താ മറ്റേ എന്ത് പറഞ്ഞാലും അവൻ തലതിരിച്ചേ വായിക്കുള്ളൂ. അത് അങ്ങനെ ഒരുത്തരാണത്. വാസുവണ്ണൻ ആൻഡ് രഘുൽ ആഫ്റ്റർ വിന്നിങ് റൗണ്ട് ഇൻ വാല. അത് സ്പീഡ് റെഫറൻസ് ആണത്. ഇത് മറ്റേ ദീപ് ബ്രോ അന്ന് പറഞ്ഞ ഇഷ്യൂ ആണ്. ഇത് ആക്ച്വലി സോൾവ് ആയെന്ന് തോന്നുന്നത്. ഇത് ലൈക്ക് വെറുതെ അത് മികായിലെ കക്കാശി, നിങ്ങൾ വണ്ടി എടുത്തോണ്ടിറങ്ങിയപ്പോഴേ റേസ് കാണാൻ വെച്ച സമയത്ത് ലൈക്ക് ടി വിനെ അവന്മാരാരെങ്കിലും അടിച്ചിട്ട് ഇവരാരെങ്കിലും അടിച്ചിട്ടപ്പോഴത്തേക്ക് നിങ്ങൾ അവിടെ എല്ലാരും നിപ്പുണ്ടായിരുന്നാ? അത് ലൈക്ക് ഓർമ്മിപ്പിക്കണ്ട പറയണ്ടെന്ന് പറയാൻ വേണ്ടിയായിരുന്നു അവന്മാര് വന്നത്. പറഞ്ഞാ? കൺഗ്രാറ്റുലേഷൻസ്, നല്ലതാടാ. ബ്രോ അത് പറഞ്ഞവൻ. എടാ ഈ തീട്ടങ്ങളാണ് ഇവിടെ മാസ് അടിക്കണേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. വേറൊരു അടുത്ത ആൾക്കാരെടുത്ത് എന്നിട്ട് ഞങ്ങൾ TV അടിച്ച കാര്യം പറയല്ലേ എന്ന് പറഞ്ഞ വാണങ്ങൾ ഇവന്മാരാണ് ഇപ്പൊ സിറ്റിയിൽ ആക്റ്റീവ് മെമ്പേഴ്സ് ഇല്ലാത്തപ്പം ഈ ഇവിടെ വരുന്ന മെസ്സ് ഡയലോഗ് അടിക്കണേ. എടാ പോയി വല്ല പണി. എന്റെ മൈക്ക് വില കൂടിയതായത് വില എടുത്തടിച്ച
അവർക്ക് പരുന്തിന്റെ തലയിട്ട് ഇതാക്കാൻ അറിയാം. അതെ അവന്റെ പേടി തൂറികള്. ആ പേടി ഉണ്ടാ നിങ്ങളെ സത്യസത്യം, ആ പേടി ഫിയർ സത്യസത്യം, ആ പേടി ഉണ്ടാവും അന്ന് പറഞ്ഞു കേട്ടില്ലേ? പറയല്ലേടാ പറയല്ലേടാ, കഷ്ടോടാ പ്ലീസ് ഡാ. അതെങ്ങാണം ഫിനിഷായാൽ റീകോഡിന്റെ അവസ്ഥ. റീകോഡ് കഷ്ടോടാ, എനിക്ക് ചില സമയത്ത് വിഷമം വരും. വേറെത്തിലുണ്ടല്ലേ ഇവൻ ടൈലർ നോക്കണോ? മാർക്ക് ചെയ്താണ്ടാ. എന്ത് ടീമേറ്റ് ആണോ? എന്ത് നിങ്ങൾക്ക് നിങ്ങൾ അടുത്ത് തന്നെ വേണ്ടി നിങ്ങൾ വരാത്ത നിങ്ങൾ ഇവരെന്ത് പറ്റിയടാ ഇവര്? നല്ല ഡിന്നർ അടിച്ച പിന്നെന്ത്? എടാ കേടി പോവില്ലടാ ചത്ത് കഴിഞ്ഞാ. വെറുതെ എന്തിനാ? അല്ലല്ല ഫിനിഷ്ഡ് ഡെത്ത്. ഇല്ല ഇത് ഡിന്നർ അടിച്ചാ പോകത്തില്ല. ഡിന്നർ അടിച്ചാ പോവും. പോടാ പോവും. ആ ചത്താ പോവും. ചത്ത കേടി പോവും. ഫുള്ള് കാണുന്നു. അല്ല ആ കളി ഡിന്നർ അടിച്ചാ പോകത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടത് എല്ലാരും തോക്കെടുത്ത് റെഡിയാക്കണേ. ഓൾ ദ ബെസ്റ്റ്. വീണ്ടും ആ വീഡിയോ ഇല്ലേ വന്നത്? അല്ലല്ല അതിന് ഫുള്ള് കാണാൻ പറഞ്ഞ അണ്ണാ ഇതൊരെണ്ണം വാങ്ങിച്ചാലോ? എന്റെ പൊന്നികളെ ഇങ്ങനെ സാമാനൊന്നും മേടിക്കല്ലോ. എന്തിനാടാ ഇത്? അയ്യേ ഇതെന്തൊരു സാധനം? വണ്ടിയെ അല്ല, രണ്ട് ബോളും ഒരു സാധനമൊക്കെ വെച്ചപ്പോ വണ്ടി അതൊന്നും വണ്ടി ഇത് കാറാണ്. ബൈക്ക് 4 കിലുള്ള കാർ ബൈക്ക് കാർ. ആരത്? ദാമുവാ